Hi, I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ന്യൂ ഗിനിയ ഇംപേഷ്യൻസ്. കണ്ടോ, വിവിധ നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. സാധാരണ ഇംപേഷ്യൻസിനേക്കാൾ വലിയ പൂക്കളാണ് ഈ ന്യൂ ഗിനിയ ഇംപേഷ്യൻസിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട്. ഒരു മെറൂണിഷ് ഗ്രീൻ കളറാണ് ഈ ചെടികളുടെ ഇലകൾക്ക്. ഇത് കണ്ടോ, വാരിഗേറ്റഡ് ഇലകളോട് കൂടിയ ചെടികളും ഇതിൽ കാണാം. ഇതിപ്പോൾ ഇതിൻ്റെ പൂക്കൾ മഞ്ഞയാണ്, എന്നാൽ വാരിഗേറ്റഡ് ഇലകളുമുണ്ട്. അപ്പോൾ പൂക്കൾ ഇല്ലാത്ത സമയത്ത് ഈ ഇലകളും വളരെ മനോഹരമാണ്. ഈ ചെടിയിൽ ഇപ്പോൾ പൂക്കൾ വളരെ കുറവാണ്, പക്ഷേ ഇതിൻ്റെ വാരിഗേറ്റഡ് ഇലകൾ കണ്ടോ, വളരെ ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? ഈ പർപ്പിൾ കളറുള്ള പൂക്കളുടെ വലിപ്പം നോക്കിക്കേ എത്രയാണെന്ന്. വാരിഗേറ്റഡ് അല്ല, പക്ഷേ പൂക്കൾക്ക് വലിയ വലിപ്പമുണ്ട്. ഇതൊരു വാരിഗേറ്റഡ് ഇനമാണ്. പൂക്കൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇതിനെന്താ ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. വെള്ളം കുറവുണ്ടോ നോക്കട്ടെ. വെള്ളത്തിൻ്റെ അല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. ഇതിന് അധികം വെള്ളമാകാൻ പാടില്ല, കാരണം വെള്ളത്തണ്ട് പോലെയുള്ള ചെടികളാണ്. എന്നാൽ മേൽമണ്ണ് ഉണങ്ങിയതാണോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബാൽസമിനേസെ ഫാമിലിയിലാണ് ഇവരുടെ ജനനം. വിത്തുകൾ ഉപയോഗിച്ച് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ചും ഇവയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുണ്ടോ, നല്ല ഒരു വാരിഗേറ്റഡ് ഇനത്തിലാണിത്. നല്ല നീർവാർച്ചയുള്ള ചട്ടികളിൽ നിങ്ങൾക്ക് ഇതിനെ വളർത്താവുന്നതാണ്. ഇത് കണ്ടോ, തൂക്കുചട്ടുകളിൽ ഇടാനും ഇത് വളരെ നല്ലതാണ്. കേട്ടോ, നല്ല ഗ്രീനിലാണ്, കടുത്ത ഓറഞ്ച് കളറാണ്. അപ്പോൾ ഈ തൂക്കുചട്ടികളിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. വൈറ്റ് പോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഇത് നല്ല മെറൂണിഷ് കളറുള്ള ഇലകളോട് കൂടിയതാണ്. ഇതിൻ്റെ പൂക്കൾ പർപ്പിളും ലൈറ്റ് ഓറഞ്ച് കളറും ചേർന്നതാണ്. നോക്കൂ, ഇതും തൂക്കുചട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൂക്കുചട്ടികളിൽ വർണ്ണമനോഹരമായി നിർത്താനും ഈ ചെടികളെ നമുക്ക് ഉപയോഗിക്കാം.
ഇത് കണ്ടോ നോക്കിക്കേ, ഒരു കളി സൈക്കിളാണ്. ഈ സൈക്കിളിൽ പൂക്കൂടകൾ വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത്തരത്തിലും നമുക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ഈ പൂക്കൾ കൊണ്ടുണ്ടാക്കാം. ന്യൂ ഗിനിയ ഇംപേഷ്യൻസിൻ്റെ കെയർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ന്യൂ ഗിനിയ ഇംപേഷ്യൻസിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഇതേപോലെ സ്റ്റെം കട്ടിങ് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിന് പക്ഷേ വേരുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചാഞ്ഞ് കിടന്നിട്ടേ. അതിനെ നമുക്ക് ഇതേപോലെ ഓട് കഷ്ണം ഇടുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് കുറച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് വീണ്ടും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ചെടിയായിട്ടിത് വളരും. കണ്ടില്ലേ? ഇനി വേറെ നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ഇടാം, അല്ലെങ്കിൽ 2 കഷ്ണമോ 3 കഷ്ണമോ ഒക്കെ ഒരു ചട്ടിയിൽ തന്നെ നടാവുന്നതാണ്. ഇത് കണ്ടോ? ഇതേപോലെ അടുത്തതിൽ ഇതിനെ കുത്തി കൊടുക്കും നമ്മൾ. കണ്ടില്ലേ? വളരെ പെട്ടെന്ന് പിടിക്കുന്നതാണ്. ഈ ഇംപേഷ്യൻസ് 2 തരവും വേഗം പിടിക്കും. ഇത് നമ്മൾ ന്യൂ ഗിനിയ ഇംപേഷ്യൻസാണ്. ഇത് കണ്ടോ? വേറെ കളറ്. ഇത് നല്ല വെറൈറ്റിയാണ്. ഇത് നമ്മൾ വേറൊന്നിൽ നടുന്നു. ഇങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു ചെടി ഉണ്ടെങ്കിൽ അനേകം ചെടികളാക്കി മാറ്റാൻ സാധിക്കും. ഇനി നമ്മളിതിനെ നനച്ചു കൊടുക്കണം. എന്നിട്ട് തണലിലേക്ക് വെക്കുക. എന്നാൽ ഇനി നമുക്ക് നനയ്ക്കാം. വെള്ളം നനച്ചു. ഇനി നമ്മളിതിനെ തണലിലേക്ക് കൊണ്ടുപോയി വെക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ തണലല്ലേ, ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രൊപ്പഗേഷൻ രീതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.